നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമീബിക് മസ്തിഷ്ക ജ്വരം. പാലക്കാട് ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം. ജില്ലയിൽ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ജാഗ്രത അനിവാര്യമെന്ന് ആരോഗ്യ വകുപ്പ്. സ്വയം ചികിത്സ അരുത്. പനി ലക്ഷണം ഉൾപ്പെടെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ സേവനം തേടണം. കൊരട്ടി അറ്റപ്പാടത്ത് മദ്യപിച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് പിതാവ് മർദ്ദനമേറ്റ് മരിച്ചു. മകൻ പോലീസ് കസ്റ്റഡിയിൽ. തൃശൂർ കേച്ചേരിയിൽ KSRTC കണ്ടക്ടർക്ക് സ്വകാര്യ ബസ് കണ്ടക്ടറുടെ ക്രൂരമർദ്ദനം. അതിരപ്പിള്ളി വെറ്റിലപ്പാറയിൽ ഹോം സ്റ്റേ ആക്രമിച്ച കാട്ടാന. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അകാരണമായി മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ഷൊർണൂരിൽ കോൺഗ്രസിന്റെ ജനകീയ പ്രതിഷേധ സദസ്സ്. ഇടതു സർക്കാർ പോലീസ് സേനയെ ക്രിമിനൽ വൽക്കരിച്ചെന്ന് നേതാക്കൾ. സേനയിൽ സമഗ്ര ശുദ്ധീകരണം അനിവാര്യം. വാർത്തകൾ വിശദമായി. അമീബിക് മസ്തിഷ്ക ജ്വരം. പാലക്കാട് ജില്ലയിലും കടുത്ത ജാഗ്രത. ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിൽ ജലസ്രോതസ്സുകളുടെ ശുചീകരണത്തിലടക്കം അടിയന്തര ശ്രദ്ധ പതിപ്പിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ജലമാണ് ജീവൻ ക്യാമ്പയിനിൽ ജില്ലയിലെ ഒട്ടുമിക്ക ജലസ്രോതസ്സുകളും ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെടാത്തവയുണ്ടെങ്കിൽ അത് കണ്ടെത്തി ക്ലോറിനേറ്റ് ചെയ്യും. ജലസംഭരണ ടാങ്കുകളും വൃത്തിയാക്കും. ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. സ്വയം ചികിത്സ പാടില്ല. പനി ലക്ഷണം ഉൾപ്പെടെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ സേവനം തേടുന്നതാണ് ഉചിതം. പനി, തലവേദന, ഓക്കാനം, ഛർദി, കഴുത്തു തിരിക്കാനുള്ള ബുദ്ധിമുട്ട്, നടുവേദന എന്നിവയാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ. രോഗം ഗുരുതരമായാൽ അപസ്മാരം, ബോധക്ഷയം, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങളുമുണ്ടാകാം. പനിയില്ലാതെയും അപസ്മാരം, ബോധക്ഷയം എന്നീ ലക്ഷണങ്ങളും കണ്ടുവരുന്നുണ്ട്. ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ വിദഗ്ധ ചികിത്സ തേടണം. അടുത്തിടെ കുളത്തിലോ ഇതര ജലാശയങ്ങളിലോ കുളിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം പ്രത്യേകമായി ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. കെട്ടിക്കിടക്കുന്നതും ശുദ്ധീകരിക്കാത്തതുമായ ജലാശയങ്ങളിൽ മുങ്ങുന്നതും ചാടുന്നതും ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. നീന്തുമ്പോൾ മൂക്കിലൂടെ വെള്ളം കയറുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അടിത്തട്ടിലെ ചെളി കലക്കുന്നത് ഒഴിവാക്കണം. ശുദ്ധീകരിക്കാത്ത വെള്ളം ഉപയോഗിച്ച് കുളിക്കുമ്പോഴും മൂക്കിനുള്ളിലേക്ക് വെള്ളം പോകാതെ ശ്രദ്ധിക്കണം. റിസോർട്ടുകൾ, ഹോട്ടൽ, വാട്ടർ തീം പാർക്ക്, നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ ജലം ദിവസവും ക്ലോറിനേറ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം. ജലവിതരണത്തിനും ജലസംഭരണത്തിനും ഉപയോഗിക്കുന്ന ടാങ്കുകൾ 3 മാസത്തിലൊരിക്കലെങ്കിലും വൃത്തിയാക്കണം. ജാഗ്രത പാലിച്ചാൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തെ അകറ്റി നിർത്താൻ കഴിയുമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് STV. തൃശൂർ കൊരട്ടി അറ്റപ്പാടത്ത് മദ്യപിച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് പിതാവ് മർദ്ദനമേറ്റു മരിച്ചു. ആറ്റപ്പാടം സ്വദേശി കരിയാട്ടി വീട്ടിൽ 57 വയസ്സുള്ള ജോയ് ആണ് മരിച്ചത്. സംഭവത്തിൽ മകൻ ക്രിസ്റ്റിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുലർച്ചെ 1 മണിയോടെയാണ് ജോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവ സമയത്ത് അച്ഛനും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. കൊരട്ടി പോലീസ് ക്രിസ്റ്റിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. തൃശൂർ കേച്ചേരിയിൽ KSRTC കണ്ടക്ടർക്ക് സ്വകാര്യ ബസ് കണ്ടക്ടറുടെ ക്രൂരമർദ്ദനം. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിലെ കണ്ടക്ടറായ കരുനാഗപ്പള്ളി സ്വദേശി രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. പോലീസിനോട് ആ വണ്ടിന്ന് പോകൂലെന്ന് വണ്ടിന്ന് പോകൂല. തോളലിന് പൊട്ടലേറ്റ രാജേഷ് കുമാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ രാത്രി 9:30യോടെയായിരുന്നു സംഭവം. കേച്ചേരിയിലുണ്ടായ വാഹനക്കുരുക്ക് പരിഹരിക്കുന്നതിനായി രാജേഷ് കുമാർ റോഡിലേക്ക് ഇറങ്ങി ഗതാഗതം നിയന്ത്രിക്കുന്നതിനിടെ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായ കാളത്തോട് സ്വദേശി മുഹമ്മദ് സാലിഹുമായി തർക്കമുണ്ടായി. തർക്കം മർദ്ദനത്തിൽ കലാശിക്കുകയായിരുന്നു. സംഘർഷത്തിനിടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല നഷ്ടപ്പെട്ടതായും ടിക്കറ്റ് മെഷീന് കേടുപാട് സംഭവിച്ചതായും രാജേഷ് കുമാറിന്റെ പരാതിയിൽ പറയുന്നു. കുന്നംകുളം പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അതിരപ്പിള്ളി വെറ്റിലപ്പാറയിൽ ഹോം സ്റ്റേ ആക്രമിച്ച് കാട്ടാന. പുലർച്ചെ 2 മണിയോടെ വെറ്റിലപ്പാറ ഹോളി ഏഞ്ചൽസ് സ്കൂളിന് സമീപമുള്ള ഹോം സ്റ്റേയുടെ മതിലാണ് കാട്ടാന തകർത്തത്. അകത്തുകടന്ന കാട്ടാന പരിസരത്തുള്ള കാർഷിക വിളകൾ മുഴുവൻ നശിപ്പിച്ചു.
കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അകാരണമായി മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ഷൊർണൂരിൽ കോൺഗ്രസിന്റെ ജനകീയ പ്രതിഷേധ സദസ്സ് DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ പേര് മാറ്റണം. ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന് ഇടിമൈത്രി പോലീസായി മാറിയിരിക്കുകയാണ്. ഇന്ന് ഒരു പരാതിക്കാരൻ ചെന്നു കഴിഞ്ഞാൽ ആ പരാതിക്കാരൻ ഒരു ആവലാതി പോലീസിനെ ബോധ്യപ്പെടുത്താൽ അത് കേൾക്കാനുള്ള സമയം, അത് കേൾക്കാനുള്ള മനസ്സ് ഇന്ന് കേരളത്തിലെ പോലീസിന് ഇല്ലാതെയായി മാറിയിരിക്കുകയാണ്. എന്താണ് സുജിത്ത് ചെയ്ത തെറ്റ്? സുജിത്ത് എന്ന ചെറുപ്പക്കാരൻ വളരെ നല്ല രീതിയിൽ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനാ. ഞാനുമായൊക്കെ കുറെ കാലങ്ങളായി ബന്ധം നിൽക്കുന്ന ആളുകളാണ്. യൂത്ത് കോൺഗ്രസിന്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റായിരുന്ന OJ ജനീഷിന്റെ കൂടെ എല്ലാ സമരമുഖങ്ങളിലേക്കും ശക്തമായി നിൽക്കുന്ന ചെറുപ്പക്കാരനാണ്. ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ജനകീയ പ്രതിരോധ സദസ്സ് സംഘടിപ്പിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ K കൃഷ്ണകുമാർ, VKP വിജയനുണ്ണി, VK ശ്രീകൃഷ്ണൻ, TY ഷിഹാബുദ്ദീൻ, വിജയ് പ്രകാശ് ശങ്കർ, ദാസ് ശങ്കർ, കൃഷ്ണദാസ്, പ്രവീൺ, ശ്രീകലാരാജൻ, ശാന്ത, ഷീജ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് യാക്കര സെന്റ് മേരീസ് ഓർത്തഡോക്സ് സഭയെ മഹാ ഇടവകയായി ഉയർത്തി. സഭയുടെ സാമൂഹിക ഭദ്രാസന പ്രതിബദ്ധത കണക്കിലെടുത്താണ് മഹാ ഇടവകയായി ഉയർത്തിയതെന്ന് ഫാദർ ബിനു ജോർജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 14-നാണ് പ്രഖ്യാപനം. ചരിത്ര രേഖകൾ പ്രകാരം 1891 മുതൽ കുടിയേറിയ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ചേർന്നാണ് യാക്കര സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് രൂപീകരിച്ചത്. മലബാർ ഭദ്രാസനത്തിന് കീഴിലെ പ്രധാന ക്രിസ്ത്യൻ പള്ളിയായ യാക്കര ചർച്ചിനെ മഹാ ഇടവകയാക്കാനുള്ള തീരുമാനം രൂപം കൊണ്ടത് പ്രവർത്തന മൂല്യം പരിഗണിച്ചാണ്. 14-ന് മലബാർ ഭദ്രാസന മെത്രാപ്പൊലീത്ത വർഗീസ് മാർ പക്കോമിയോസ് മഹാ ഇടവകയായി പ്രഖ്യാപിക്കും. ഇതിന് മുമ്പുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥന, മുൻ വികാരികളെ ആദരിക്കൽ, തിരുനാൾ ആഘോഷം എന്നിവ നടക്കുമെന്നും ഫാദർ ബിനു ജോർജ് പറഞ്ഞു. അങ്ങനെ ജൂലൈ മാസത്തിൽ കൂടിയ പരിശുദ്ധ സുനോദോസ് ഐക്യകണ്ഠേന ജൂലൈ മാസത്തിൽ കൂടിയ സുനോദോസ് പാലക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ദേവാലയത്തെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് മഹാ ഇടവക പാലക്കാട് എന്ന് പറഞ്ഞ് ഔദ്യോഗികമായിട്ട് അതിന്റെ പ്രഖ്യാപനം നടത്തുവാൻ വേണ്ടി പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഒരു കൽപ്പന ദേവാലയത്തിലേക്ക് അയച്ചു. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഞാൻ ഓർപ്പിച്ചല്ലോ. 13-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് ഇവിടെ ആരാധന തുടങ്ങുന്നത് 13-ാം തീയതി തലേദിവസം വിശുദ്ധ കുർബാന ഉള്ളതുകൊണ്ട് സന്ധ്യാപ്രാർത്ഥനയോട് ചേർന്ന് 13-ാം തീയതി വൈകിട്ട് ട്രസ്റ്റി PS സിംസൺ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ മാത്യൂസ് ഫിലിപ്പ്, റോഷൻ ചെറിയാൻ, രാജു മാത്യു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുതുരുത്തി കലാമണ്ഡലം കൂത്തമ്പലത്തിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന നളചരിത രസായനത്തിന് തിരിതെളിഞ്ഞു. കലാമണ്ഡലം മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. നളചരിതം ക്ലാസ്, പദങ്ങളുടെ ആലാപനം, സോദാഹരണ പ്രഭാഷണം, ചൊല്ലിയാട്ടം തുടങ്ങി കഥകളിയിലെ എല്ലാ മേഖലകളും വേദിയിലെത്തും. കേരള കലാമണ്ഡലം കഥകളി സംഗീത വിഭാഗത്തിൻ്റെയും കഥകളി വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിലാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന നളചരിത രസായനത്തിന് തുടക്കം കുറിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് കൂത്തമ്പലത്തിൽ നടന്ന ചടങ്ങിൽ കലാമണ്ഡലം മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം ഗോപി ആശാൻ, ഡോക്ടർ MV നാരായണൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ, അക്കാഡമിക് കോർഡിനേറ്റർ കലാമണ്ഡലം ഹരിനാരായണൻ, കഥകളി വടക്കൻ വിഭാഗം മേധാവി കലാമണ്ഡലം മുകുന്ദൻ, കലാമണ്ഡലം രവികുമാർ, കലാമണ്ഡലം നിതിൻ കൃഷ്ണ, കലാമണ്ഡലം ഹരിദാസ്, ശിവദാസ്, KS വിനോദ്, റഥിന എന്നിവർ സംസാരിച്ചു. നളചരിതം കഥകളി ക്ലാസ്സിന് ഡോക്ടർ P വേണുഗോപാൽ നേതൃത്വം നൽകി. ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് ക്ലാസിൻ്റെ തുടർച്ചയുണ്ടാകും. വ്യാഴാഴ്ച നളചരിതത്തിലെ പദങ്ങളുടെ ആലാപനം നടക്കും. 4-ാം ദിവസവും 5-ാം ദിവസവും ചൊല്ലിയാട്ടമാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗനവാടികളിലേക്ക് അടുക്കള ഉപകരണങ്ങളും കുട്ടികളുടെ അളവ് തൂക്ക ഉപകരണങ്ങളും വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 38 അംഗൻവാടികൾക്ക് മിക്സി, അളവ് തൂക്ക ഉപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്തത്. അംഗൻവാടി ടീച്ചർമാർ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. 2 പദ്ധതിക്കുമായി ആകെ 2,30,000 രൂപയാണ് പഞ്ചായത്ത് വകയിരുത്തിയത്. ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. ആദ്യമായി
നമ്മുടെ ICDS സൂപ്പർവൈസർ സൂചിപ്പിച്ച മാതിരി നല്ല ഒരു പ്രവർത്തനം. ഇത് ഒരുപാട് സാമ്പത്തികം എന്നുള്ളതിനുപരി വളരെ നല്ല രീതിയിൽ നമുക്കെല്ലാം ഉപകാരപ്പെടുന്ന ഉപകരണങ്ങൾ നമ്മുടെ ഓരോ അംഗൻവാടിയിലെ എന്താവും. ഇത്രയും മനോഹരമായ അർത്ഥവത്തായ ഒരു ചടങ്ങ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ ലക്ഷ്മി ദാമോദർ സ്വാഗതം പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു, അംഗൻവാടി ടീച്ചർ രാധ, മെമ്പർമാരായ PU വിനീത, A വിജിത, PB ധന്യ, T ഗ്രീഷ്മ, K കൃഷ്ണപ്രകാശ്, P ഗംഗാധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമീബിക് മസ്തിഷ്ക ജ്വരം. പാലക്കാട് ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം. ജില്ലയിൽ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ജാഗ്രത അനിവാര്യമെന്ന് ആരോഗ്യ വകുപ്പ്. സ്വയം ചികിത്സ അരുത്. പനി ലക്ഷണം ഉൾപ്പെടെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ സേവനം തേടണം. കൊരട്ടി അറ്റപ്പാടത്ത് മദ്യപിച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് പിതാവ് മർദ്ദനമേറ്റ് മരിച്ചു. മകൻ പോലീസ് കസ്റ്റഡിയിൽ. തൃശൂർ കേച്ചേരിയിൽ KSRTC കണ്ടക്ടർക്ക് സ്വകാര്യ ബസ് കണ്ടക്ടറുടെ ക്രൂരമർദ്ദനം. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ ഹോം സ്റ്റേ ആക്രമിച്ച കാട്ടാന. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അകാരണമായി മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ഷൊർണൂരിൽ കോൺഗ്രസിന്റെ ജനകീയ പ്രതിഷേധ സദസ്സ്. ഇടതു സർക്കാർ പോലീസ് സേനയെ ക്രിമിനൽ വൽക്കരിച്ചെന്ന് നേതാക്കൾ. സേനയിൽ സമഗ്ര ശുദ്ധീകരണം അനിവാര്യം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.